ഹായ് ഓൾ, നമുക്കിന്നൊരു പൊട്ടാറ്റോ റൈസ് തയ്യാറാക്കിയെടുത്താലോ? ടൊമാറ്റോ റൈസ്, മസാല റൈസ്, ലെമൺ റൈസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്താലേ ഈ പൊട്ടാറ്റോ റൈസ് എന്ന് ഞാനിട്ട പേരാണ് കേട്ടോ. യു ക്യാൻ കോൾ ഇറ്റ് ടൊമാറ്റോ റൈസ് ഓർ മസാല റൈസ്, ഇറ്റ്സ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്. എനിവേ, പൊട്ടാറ്റോ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റൈസാണ് വേണ്ടത്. നോർമൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന പോലെ റൈസ് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് കുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു കിഴങ്ങ്, ഒരു തക്കാളി, മീഡിയം സൈസിലുള്ള 2 സവോള. മീഡിയം സൈസ് ആയതുകൊണ്ടാണ് 2 എടുത്തത്. വലിയ സവോളയാണെങ്കിൽ 1 മതിയാവും. 2-3 വെളുത്തുള്ളി, 2-3 വത്തൽമുളകും കൂടി എടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചെറിയ ക്യൂബുകളാക്കി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കിഴങ്ങ് ഫ്രൈ ആയി വരുന്ന കഴിയുമ്പോഴേക്കും നമുക്ക് കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക്, കുറച്ച് വെളുത്തുള്ളി, വത്തൽമുളക്, കറിവേപ്പില, അതിനോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവോള വഴണ്ടി വരുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഇവിടെ ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഏകദേശം സവാള വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ പൊട്ടാറ്റോ റൈസിനുള്ള മസാല ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. റൈസ് തയ്യാറാക്കുമ്പോഴും ഒരുപാട് കുഴഞ്ഞു പോകാതെ ഒരു മീഡിയം പരുവത്തിൽ നമ്മൾ റൈസ് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പം കുഴഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ മസാലയിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം റൈസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ പൊട്ടാറ്റോ റൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപാട് ഇഷ്ടമാകും. കറിയൊന്നും തയ്യാറാക്കാനുള്ള ടൈമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു പൊട്ടാറ്റോ റൈസ് തയ്യാറാക്കി പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.